അവ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഗോപൻ പറഞ്ഞ എന്താണ്? അവിടെ 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോയിട്ട് കക്കൂസ കഴുകൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ചില സ്വാമിമാർ ആവേശം കൊണ്ട് ചാടിക്കടന്നത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കന്നിമാസം തുലാമാസം വൃശ്ചിക മാസം ഈ നാട്ടിൽ ആദ്യമായിട്ട് പറഞ്ഞേ വൃശ്ചികം 1-ന് തുറക്കുന്നു, തുലാമാസിൽ വ്രതം തുടങ്ങുന്നു, കന്നിമാസത്തിൽ കന്യായ്യപ്പന്മാർ വ്രതം തുടങ്ങുന്നു. അത് വൃശ്ചികം 1-ാം തീയതി മുതൽ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങുമെന്നും ശബരിമലയെ അംഗീകരിക്കുകയും ശബരിമലയെ ബഹുമാനിക്കുകയും ശബരിമലയെ ആചാരം മനസ്സിലാക്കുകയും ശബരിമലയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ദേവസ്വം വകുപ്പിനും സർക്കാരിനും ഇന്നലെ മനസ്സിലായുള്ളൂ എന്നാണോ നിങ്ങൾ പറയണേ? അതല്ല ഉദ്ദേശം. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ 2050 വരയ്ക്കുള്ള പ്ലാനിംഗ് അല്ലേ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞല്ലോ, പ്ലാനിങ് നിങ്ങൾ 2050 വരെയുള്ള വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തു. 2050 പോട്ടെ, 2025 വൃശ്ചികം 1 മുതലുള്ള കഥയാണ് ഞങ്ങൾ പറയണേ. ഇവൻ പൊട്ടനാണ് മുതലാളി. ഞാൻ ചോദിക്കട്ടെ, ഈ വരി നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ 2050 വരെ ചർച്ച ചെയ്യണം? അയ്യപ്പ സംഗമങ്ങൾ നടത്തിയ ആലോചന പൊതുയോഗങ്ങൾ വിളിച്ചിട്ട് ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണോ? ഇപ്പത്തെ ദർശന സമയം കൂട്ടാന്നാ പറയണേ. അവിടെ ഒരു പ്രശ്നമുണ്ട് റാഷിദെ. ഇവർ തിരക്ക് കൂടുമ്പോൾ ഇവരുടെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യത്തിന് ദർശനം കൂടുകയെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയ്യപ്പ സ്വാമി എന്ന് പറയപ്പെടുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ 50% വരുന്ന മൊത്തം പോപ്പുലേഷന്റെ മേലെ ആളുകൾ വിശ്വസിക്കുന്ന ആ വലിയ ദേവാലയത്തിലെ നിങ്ങൾക്ക് തോന്നും പോലെ 2 മണിക്കൂറും 3 മണിക്കൂറും തിരക്കനുസരിച്ച് കൂട്ടാൻ പറ്റില്ല. ഇത് ഓവർ ടൈമിന് പണി ചെയ്യുന്ന ആൾക്കാരല്ല. അതൊരു ഭഗവാൻ സങ്കല്പത്തിൽ ദൈവിക സങ്കല്പത്തിൽ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ദർശനം കൊടുക്കുന്നതിന് കൃത്യമായിട്ടൊരു ശൈലിയുടെ ഒരു ആചാരമുണ്ട്. നിങ്ങൾക്ക് തോന്നും പോലെ നട തുറന്നിരുന്നിട്ട് നിങ്ങൾക്ക് തോന്നും പോലെ സമയം കൂട്ടാണ്. നിങ്ങൾ എന്താ ഓവർ ടൈം പണിയെടുപ്പിക്കുക? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?